രാജസ്ഥാനിൽ വ്യോമസേന വിമാനം തകർന്നു വീണ് 2 പേർ മരിച്ചു. വ്യോമസേനയുടെ ഇരട്ട സീറ്റർ ജാഗ്വാർ വിമാനമാണ് പരിശീലനത്തിനിടെ തകർന്നു വീണത്. അർജുൻ പീതാംബരൻ ചെയ്യുന്നുണ്ട്. അർജുൻ, ദുരന്തത്തെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങൾ എന്താണ്? എത്ര പേരുണ്ടായിരുന്നു മുഴുവൻ? പ്രജേഷ് 2 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഈ പരിശീലന പറക്കലിന് വേണ്ടി ഉപയോഗിച്ചത് ജാഗ്വറിൻ്റെ ട്വിൻ സീറ്റർ ഇരട്ട സീറ്റർ വിമാനമായിരുന്നു. അതിൽ മരണപ്പെട്ടവരിൽ ഒരാൾ പൈലറ്റാണ് എന്നുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ട്. രണ്ടാമത്തേതും പൈലറ്റാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് നിലവിലുള്ളത്. പക്ഷേ വ്യോമസേന ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവും. എങ്ങനെ ഈ അപകടം ഉണ്ടായി എന്നുള്ള കാര്യത്തിലും ഒരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് നിലവിൽ കരുതപ്പെടുന്നത്. വിമാനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴേക്ക് പതിക്കുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ചുരു ജില്ലയിലെ രാജസ്ഥാനിലെ ചുരു ജില്ലയിലെ രത്തൻഗഡ് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് വിമാനം തകർന്നു വീണത്. ആകെ ഒരു തീഗോളമായിരുന്നു. മാത്രമല്ല വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾക്ക് സമീപത്തായിട്ട് തന്നെയാണ് ഈ 2 മൃതശരീരങ്ങളും കണ്ടെത്തിയിരിക്കുന്നത്. ഈ വിമാനം രാജസ്ഥാനിലെ സൂരജ് കോട്ടിൽ നിന്നാണ് പറന്നുയർന്നിരിക്കുന്നത്. ഇന്ന് പാകിസ്ഥാൻ അതിർത്തിയോടടുത്തായി വ്യോമസേനയുടെ ചില പരിശീലന പറക്കലുകൾ നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിൽ പുറപ്പെട്ട ഒരു വിമാനമാണ് ഇത്തരത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് തകർന്നു വീണത് എന്നുള്ള കാര്യമാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ വ്യോമസേനയുടെ ഔദ്യോഗിക സ്ഥിരീകരണം എങ്ങനെ ഈ അപകടം ഉണ്ടായെന്നും അതിൽ എത്ര പേരാണ് അകപ്പെട്ടത്, വിമാനത്തിൽ എത്ര പേരുണ്ടായിരുന്നു എന്നും 2 പേരും പൈലറ്റ് തന്നെ ആയിരുന്നോ, ഈ മരിച്ച 2 പേരും പൈലറ്റ് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ വ്യോമസേനയുടെ ഒരു സ്ഥിരീകരണം ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് അറിയാൻ സാധിക്കുന്നതും. IAFൻ്റെ ജാഗ്വർ എന്ന വിമാനം ബ്രിട്ടീഷ് നിർമ്മിത വിമാനമാണ്, പോർ വിമാനമാണ്. ജാഗ്വർ എന്ന് പറയുന്നത് അല്പം പഴക്കമുള്ള വിമാനം തന്നെയാണ്. ഇതിനു മുൻപ് ഈ വർഷം തന്നെ 2 തവണ, ഒരു തവണ മാർച്ചിലും അതുപോലെ ഏപ്രിലും ജാഗ്വറിൻ്റെ വിമാനങ്ങൾ, ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ തകർന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ആൾനാശത്തിലേക്ക് അത് പോയിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ